ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ശില്പി ആരാണ്? ലിറ്റർജി ക്ലാസ് 72. നമ്മൾ ഇതുവരെ ലിറ്റർജിയിൽ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ക്രിസ്തുവിൻ്റെ പങ്ക്, ലിറ്റർജിയിൽ ക്രിസ്തുവിൻ്റെ പങ്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുതൽ, അതായത് കത്തോലിക്ക സഭയുടെ മതബോധനം 1991 മുതൽ 1109 വരെ, 1091 മുതൽ 1109 വരെ പരിശുദ്ധാത്മാവ് സഭയുടെ ലിറ്റർജിയിൽ, അതാണ് പോയിന്റ്. പരിശുദ്ധാത്മാവ് സഭയുടെ ലിറ്റർജിയിൽ അതിൻ്റെ 1091 പറയുന്ന ആ ഖണ്ഡം നമുക്കൊന്ന് കേൾക്കാം. സഭയുടെ ലിറ്റർജിയിൽ പരിശുദ്ധ റൂഹ ദൈവജനത്തിൻ്റെ പ്രബോധകനും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസിൻ്റെ ശില്പിയുമാണ്. ആ മാസ്റ്റർ പീസ് ആകട്ടെ പുതിയ ഉടമ്പടിയുടെ കൂതാശകളാണ്. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ജീവനിൽ നിന്ന് നാം ജീവിക്കണമെന്നതാണ് സഭയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹവും അവൻ ചെയ്യുന്ന പ്രവൃത്തിയും. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തിയ വിശ്വാസത്തിന് പ്രസാദാത്മക പ്രതിസ്പന്ദം ഉണ്ടായാൽ നമ്മുടെ ഉള്ളിൽ ആ പ്രത്യുത്തരവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവൻ നമ്മിൽ പരമാർത്ഥമായ സഹകരണം ഉളവാക്കുന്നു. അതിലൂടെ ലിറ്റർജി പരിശുദ്ധ റൂഹായുടെയും സഭയുടെയും പൊതു പ്രവൃത്തിയായി തീരുന്നു. മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു ഖണ്ഡികയാണിത്. ഞാൻ ഇംഗ്ലീഷ് കൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഇൻ ദ ലിറ്റർജി ഓഫ് ദ ചർച്ച്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ടീച്ചർ ഓഫ് ഫെയ്ത്ത് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ആർട്ടിസാൻ ഓഫ് ഗോഡ്സ് മാസ്റ്റർ പീസസ്, ദ സാക്രമെന്റ്സ് ഓഫ് ദ ന്യൂ കവനന്റ്. The desire and work of the Spirit in the heart of the church is that we may live from the life of the risen Christ. When the Spirit encounters in us the response of faith which He has aroused in us, He brings about genuine cooperation. Through it, the liturgy becomes the common work of the Holy Spirit and the church. പരിശുദ്ധ റൂഹ, കത്തോലിക്ക സഭ, സത്യവിശ്വാസി, ഇവരുടെ 3 പേരുടെയും റോള് ലിറ്റർജിയിൽ എന്താണ്? ഇവർ തമ്മിലുള്ള ഊർജ്ജസ്വലമായ ബന്ധം എങ്ങനെയാണ്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതൊക്കെയാണ് ഈ ഖണ്ഡത്തിൽ പറയുന്നത്. ഇതിനകത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വാക്ക് നോക്കുക. ഇൻ ദ ലിറ്റർജി ഓഫ് ദ ചർച്ച്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ടീച്ചർ ഓഫ് ദ ഫെയ്ത്ത് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ആർട്ടിസൺ ഓഫ് ഗോഡ്സ് മാസ്റ്റർ പീസസ്, ദ സാക്രമെന്റ്സ് ഓഫ് ദ ന്യൂ കവനന്റ്. പുതിയ ഉടമ്പടിയുടെ കൂതാശകൾ എന്ന മാസ്റ്റർ പീസിന്റെ, ദൈവത്തിന്റെ മാസ്റ്റർ പീസിന്റെ ശില്പിയാണ് പരിശുദ്ധ റൂഹ. പുതിയ ഉടമ്പടിയുടെ കൂതാശകൾ എന്ന ദൈവത്തിന്റെ മാസ്റ്റർ പീസിന്റെ ശില്പിയാണ് പരിശുദ്ധ റൂഹ. മാസ്റ്റർ പീസ്, അതൊരു ഗംഭീര വാക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വാക്കാണ്. സഭയുടെ കൂതാശകളാണ് ഈ ദൈവത്തിന്റെ മാസ്റ്റർ പീസ്. ഈ മാസ്റ്റർ പീസ് എന്നുള്ള വാക്ക് എവിടെ നിന്നാണ്? സത്യം പറഞ്ഞാൽ അത് പുതിയ നിയമത്തിൽ 2 സ്ഥലത്താണ് ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ തർജ്ജമ ചെയ്യാറില്ല, മാസ്റ്റർ പീസ് തർജ്ജമ ചെയ്യാറില്ല. മാസ്റ്റർ പീസ് ഒന്ന് മലയാളം വാക്കല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ മാസ്റ്റർ പീസ് എന്ന വാക്കിന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? മാസ്റ്റർ പീസിന് ഏറ്റവും ഉത്കൃഷ്ടമായെന്നൊക്കെ പറഞ്ഞാൽ ആ മാസ്റ്റർ പീസ് എന്നുള്ള ഒരു ധ്വനി സാന്ദ്രത വരത്തില്ല. അതുകൊണ്ട് ഞാൻ മാസ്റ്റർ പീസ് തന്നെ എഴുതുകയാണ്. ഈ മാസ്റ്റർ പീസിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, മൗലികത, ഒറിജിനാലിറ്റി, വൈദഗ്ധ്യം. അല്ലേ, വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൈപുണ്യം, വൈദഗ്ധ്യം, കലാവിരുത്, പിന്നെ അതുല്യത, മറ്റൊന്നുമായും തുലനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഇതെല്ലാം ഇല്ലേ ചേരുമ്പോഴാണ് ഒരു ആർട്ട്ഫുൾ, ആർട്ടിസ്റ്റിക്, അതും പിന്നെ വൈദഗ്ധ്യം എന്ന് പറയുന്ന സ്കില്ല്, ക്രാഫ്റ്റ്, കുറച്ചുകൂടെ വേണമെങ്കിൽ ക്രാഫ്റ്റ്. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ഒരു സൃഷ്ടിയാണ് നമ്മൾ മാസ്റ്റർ പീസ് എന്ന് പറയുക. ക്രിയേറ്റിവിറ്റി എന്ന സർഗാത്മകത, ഒറിജിനാലിറ്റി എന്ന മൗലികത, സ്കില്ല് അല്ലെങ്കിൽ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറയുന്ന വൈദഗ്ധ്യം, ആർട്ട്ഫുൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് എന്ന് പറയുന്ന കലാവിരുത്, പിന്നെ മറ്റൊന്നുമായും തുലനം ചെയ്യാൻ പറ്റാത്ത അതുല്യത അല്ലെങ്കിൽ അനന്യത, അദ്വിതീയത എന്നൊക്കെ പറയുന്ന മറ്റൊന്നും ഇല്ലാത്തത്, യുണീക്ക്നെസ്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ മാസ്റ്റർ പീസ്. അതിന് മറ്റൊരു വാക്കില്ലാത്ത ഞാൻ മാസ്റ്റർ പീസ് തന്നെ ഉപയോഗിക്കാം. ഇത് എഫേസ്യ ലേഖനത്തിൽ 2:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നാം അവൻ്റെ കൈപ്പണിയാണ്,
പൊയ് ഏമ എന്നാണ് വാക്ക് ഗ്രീക്കിൽ. പൊയ് ഏമ. നാം അവൻ്റെ കൈപ്പണിയാണ്, സൽപ്രവർത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം അവയിൽ നടക്കേണ്ടതിന് ദൈവം അവ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. ആ കൈപ്പണി എന്നുള്ള ഉപയോഗിക്കുന്ന വാക്ക് പൊയ്യേമ എന്നാണ്. അതാണ് ഈ മാസ്റ്റർ പീസ് എന്നുള്ള വാക്ക്. ദൈവത്തിൻ്റെ കൈപ്പണി, നാം അവൻ്റെ മാസ്റ്റർ പീസാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് അല്ലേ? സത്യമായിട്ടും അതെ. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. എന്നെ മറ്റാരെങ്കിലും മാറ്റം തുലനം ചെയ്യാൻ പറ്റുമോ? എൻ്റെ DNA, എൻ്റെ കണ്ണുകളുടെ ഈ ബയോമെട്രിക്കിലൊക്കെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അത്രമാത്രം അതുല്യരാണ്. എൻ്റെ ഫിംഗർ പ്രിൻ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഈ കോടാനുകോടി മനുഷ്യരിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അതുല്യരാണ്. ഞാൻ ഈ ഷേപ്പിലായിരിക്കും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഒരാൾ ഒരാളെ പോലെ ഇല്ല. അപ്പം എല്ലാം അതുല്യമായ മാസ്റ്റർ പീസുകളാണ് നമ്മൾ ഓരോരുത്തരും. ക്രിയേറ്റിവിറ്റിയും മൗലികതയും വൈദഗ്ധ്യവും കലാവിരുദ്ധവും എല്ലാം ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും, ഈ പ്രപഞ്ചവും. അപ്പോൾ നാം അവൻ്റെ കൈപ്പണിയാണ്, അവൻ്റെ മാസ്റ്റർ പീസാണ്. അതാണ് എഫേസ്യ ലേഖനം 2:10. റോമാലേഖനം 1:20 നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടുത്തെ നിത്യശക്തിയും ദിവ്യത്വവും അവ അദൃശ്യമാണെങ്കിലും ലോക സൃഷ്ടി മുതൽ അവിടുത്തെ പ്രവൃത്തികളാൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പൊയ്യേമ എന്നാണ്, മാസ്റ്റർ പീസാണ്. അവൻ്റെ മാസ്റ്റർ പീസുകളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് ഒഴികഴിവില്ലാതിരിക്കേണ്ടതിന് വേണ്ടിയാണിത്. അവിടുത്തെ മാസ്റ്റർ പീസുകളാൽ, പ്രവൃത്തികളാലെന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു, മാസ്റ്റർ പീസുകളാൽ എന്നും തർജ്ജമ ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് നമ്മൾ. സൃഷ്ടി മുതൽ ദൈവത്തിന് ഈ ലോകത്ത് അവൻ്റെ മാസ്റ്റർ പീസുകളാണ് ഉള്ളത്. ആ മാസ്റ്റർ പീസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് പുതിയ ഉടമ്പടിയുടെ കൂദാശകളാണ്. ഞാൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിരിക്കുന്നത് പോലെ, ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിരിക്കുന്നത് പോലെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിരിക്കുന്നത് പോലെ അതൊക്കെയാണ്. പക്ഷെ പുതിയ ഉടമ്പടിയിൽ, പുതിയ നിയമത്തിൽ ദൈവം നടത്തിയ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ കൂദാശകളാണ്. കാരണം ഈ പുതിയ ഉടമ്പടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കൂദാശകളല്ലാതെ മറ്റൊരു മാർഗം ദൈവം കണ്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് സർഗാത്മകതയും മൗലികതയും വൈദഗ്ധ്യവും കലാവിരുതും അതുല്യതയും എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ കൂദാശകളാണ്. അതിന് ശില്പി ആരാണ്? പരിശുദ്ധ റൂഹ. പരിശുദ്ധ റൂഹയാണ് ഈ പുതിയ ഉടമ്പടിയുടെ കൂദാശകൾ എന്ന ദൈവത്തിൻ്റെ മാസ്റ്റർ പീസിൻ്റെ ശില്പി. കൃപയുടെ ചാലുകളായി രൂപാന്തരപ്പെടുത്തുന്നത് ഈ അപ്പം അല്ലെങ്കിൽ വീഞ്ഞ്, അത് ഭൗതിക വസ്തുക്കളാണ്. അത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുത്തുന്ന ശില്പി പരിശുദ്ധ റൂഹയാണ്. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പറയുമ്പോൾ, വൈദികൻ പറയുമ്പോൾ, ദൈവപിതാവ് പരിശുദ്ധ റൂഹായെ അയക്കുകയും ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും ഭൗതിക വസ്തുക്കളെ അവന്റെ പുത്രന്റെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെടുത്തുകയും കൃപയുടെ ചാലുകളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. കൃപയെ സന്നിഹിതമാക്കുകയല്ല, വിതരണം ചെയ്യാണ്. അത് കഴിയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ശില്പി ആ മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടാവോ? എൻ്റെ ഹൃദയം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പൗണ്ട് ചെയ്യാണ്. അതായത് അത്ര ഗംഭീരമായിട്ടാണ് സഭ ഈ കൂദാശകളെ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഉള്ളിൽ തോന്നുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സർഗാത്മകതയും മൗലികതയും എല്ലാം ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കൊണ്ടുവരുന്നത്, അതിനെ മാസ്റ്റർ പീസാക്കി മാറ്റുന്നത് പരിശുദ്ധ റൂഹ എന്ന ശില്പിയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഓരോ സത്യവിശ്വാസിയെ ക്രിസ്തുവിന്റെ ഛായയിലേക്ക് രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തെന്നും കൂടി ഓർക്കണം. അപ്പോൾ ഈ ഭൗതിക വസ്തുക്കളായ അപ്പത്തെയും വീഞ്ഞിനെയും യേശുവിന്റെ ശരീരരക്തങ്ങളാക്കി മാറ്റുക മാത്രമല്ല, കൃപയെ സന്നിഹിതമാക്കുക മാത്രമല്ല, കൃപ വിതരണം ചെയ്യുകയാണ്. അതെന്തിനാണ്? സത്യവിശ്വാസികളെ പുത്രന്റെ ഛായയിലേക്ക് രൂപാന്തരപ്പെടുത്താൻ. ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, യേശുവിന്റെ പരിശുദ്ധ ഹൃദയം മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവായ പരിശുദ്ധാത്മാവിന്റെ മാസ്റ്റർ പീസാണ്. യേശുവിന്റെ പരിശുദ്ധ ഹൃദയം അത് ഈ ഭക്തിയിലുള്ള പരിശുദ്ധ ഹൃദയം അല്ല പറയുന്നത്, തിരുവചനത്തിലുള്ള പരിശുദ്ധ ഹൃദയം. ബൈബിളിൽ യേശുവിന്റെ ഹൃദയത്തെക്കുറിച്ചുണ്ട്, ആർക്കോ പ്രത്യക്ഷപ്പെട്ട ദർശനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതും ഇതിനോട് ചേർന്ന് പോകും. പക്ഷേ ബൈബിളിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യേശുവിന്റെ പരിശുദ്ധ ഹൃദയം മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവായ പരിശുദ്ധാത്മാവിന്റെ മാസ്റ്റർ പീസാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നെന്നാണ് കർത്താവ് പറഞ്ഞത്.
ഇന്ന് ഈശോ എങ്ങനെ കാണാൻ പറ്റും? ഈശോ പറഞ്ഞു എന്നെ കാണുമ്പോൾ പിതാവിനെ കാണുന്നു. അന്ന് ഓക്കെ. ഇന്ന് ഈശോയെ കാണാൻ എങ്ങനെ പറ്റുക? കൂദാശകളിലൂടെ അല്ലാതെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന വചനം, അത് ഞാൻ കൂദാശിയാണ്, പിതാവായ ദൈവത്തിന്റെ കൂദാശിയാണ് എന്ന് പറഞ്ഞ വചനം ഇന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അന്നത്തെ ചരിത്രത്തിൽ മാത്രം അർത്ഥമുള്ളൊരു വചനമാണോ അത്? അല്ലല്ലോ. ഇന്നും അതിനർത്ഥമില്ലേ? ഇന്ന് ഈശോയെ എങ്ങനെ കാണാൻ പറ്റും? കൂദാശകളിലൂടെ മാത്രമെന്നാണ് അതിന് ഉത്തരം. കൂദാശകളിലൂടെ മാത്രം. ആ കൂദാശകളാക്കുന്നത് അതിന് ശില്പി പരിശുദ്ധ റൂഹയാണ്. ചുരുക്കത്തില് ലിറ്റർജിയില് കൂദാശകളില് അധ്യക്ഷത വഹിക്കുക മാത്രമല്ല, കൂദാശകളെ സൃഷ്ടിക്കുന്നതും മെനഞ്ഞെടുക്കുന്നതും രൂപപ്പെടുത്തുന്നതും പരിശുദ്ധ റൂഹയാണ്. ഒരു ശില്പി ഇതൊക്കെ അല്ലേ ചെയ്യുക? കൂദാശകളെ സൃഷ്ടിക്കുക, മെനഞ്ഞെടുക്കുക, രൂപപ്പെടുത്തുക, അതല്ലേ ശില്പി ചെയ്യുക? അത് ചെയ്യുന്നത് റൂഹയാണ്, പരിശുദ്ധ റൂഹയാണ്. ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം കൂദാശകളിൽ ഉറപ്പാക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയുടെ കൂദാശകളായ ദൈവത്തിന്റെ മാസ്റ്റർ പീസുകളുടെ ശില്പി പരിശുദ്ധ റൂഹയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? പുതിയ ഉടമ്പടിയുടെ കൂദാശകളാണ് മാസ്റ്റർ പീസ് എന്നാണ് പുതിയ ഉടമ്പടി. ഈ പുതിയ ഉടമ്പടി എന്തെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ പുതിയ ഉടമ്പടിയുടെ കൂദാശകൾ എന്നാണ്. ഈ പുതിയ ഉടമ്പടി ആരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ആ ഹൃദയത്തിൽ എഴുതപ്പെട്ടത് എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? അത് ആ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്, ഒന്നാമത്തെ പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ കുർബാനയുമായി ബന്ധപ്പെട്ടല്ലാതെ പുതിയ ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പുതിയ ഉടമ്പടിയിലേക്ക്, അതായത് പുതിയ നിയമത്തിലേക്ക് കൈ ചൂണ്ടിയിട്ടാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടല്ലാതെ പുതിയ ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഈ പുതിയ ഉടമ്പടി? ആരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന പുതിയ ഉടമ്പടി എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഉടമ്പടിയുടെ കൂദാശകളാണോ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ്, അതോ വേറെ വല്ല അർത്ഥവുമുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്, കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ നിങ്ങൾ 2, 3, 4 പ്രാവശ്യമൊക്കെ കേൾക്കുകയും നിങ്ങളുടെ കൂട്ടുകാരന്മാരോടും കമ്മ്യൂണിറ്റിയിലും വീട്ടിലൊക്കെ ഒന്ന് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ ആഴം ഒന്ന് ഗ്രഹിക്കാനാണ്. ഈ ശില്പി എന്ന് പറഞ്ഞത് പുതിയ ഉടമ്പടിയുടെ കൂദാശകൾ എന്ന ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ്, അതിന് ശില്പിയാണ് പരിശുദ്ധ റൂഹ എന്ന ആ സഭയുടെ വ്യാഖ്യാനം. അത് ഞാൻ 2 ടെക്സ്റ്റൊക്കെ പറഞ്ഞു, ബൈബിൾ വചനങ്ങൾ. അതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത്, ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ സമയം ദീർഘിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ആ വചനങ്ങളുമായിട്ടൊക്കെ ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടേതായ ഉൾക്കാഴ്ചകളോട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പുതിയ ഉടമ്പടിയുടെ കൂദാശകൾ എന്ന ആ പ്രയോഗത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായ പുതിയ ഉടമ്പടിയുടെ കൂദാശകളിലെ ശില്പിയായ പരിശുദ്ധ റൂഹായെ കുറിച്ച് ധ്യാനിക്കാനും ഈ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായ കൂദാശകളിൽ പങ്കെടുക്കാനും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസിൻ്റെ ശില്പിയായ പരിശുദ്ധ റൂഹായെ നമ്മിലേക്ക് ഇല്ലേ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ എന്താ പറയുക, ഇൻവോക്ക് ചെയ്യാനും, നമ്മളിലേക്ക് വായോ ഞങ്ങളിലുണ്ട്, പക്ഷെ ഞങ്ങൾ ഉണർത്തൂ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകൂ, ഞങ്ങൾ ഈ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയെ ഒന്ന് ഇങ്ങനെ ഉത്തേജിപ്പിക്കൂ എന്നെല്ലാം പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനകൾ കുർബാനയിൽ അച്ഛൻ പ്രാർത്ഥിച്ച് വരില്ലേ, അപ്പോഴുണ്ടാകുന്ന ആ അനുഭവം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകാൻ വേണ്ടി കർത്താവേ നിന്റെ പരിശുദ്ധാത്മ എന്നിലേക്കും എഴുന്നള്ളി വരണമേ എന്ന് പറയാനുള്ള ആ മഹാപ്രാർത്ഥന കൂടി നമുക്ക് ഈ സമയത്ത് ചൊല്ലാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ കുറച്ചുകൂടി ഈ കൂദാശകളുടെയും വചനത്തിൻ്റെയും ആഴത്തിലേക്ക് കടക്കാൻ അവൻ്റെ കൃപ നമുക്ക് ലഭിക്കും. അത് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.